ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ സവോളയും ചെറിയൊരു ക്യാരറ്റ്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഉപ്പ്, കറിവേപ്പില, 3/4 കപ്പ് റവ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാകുക. ഇത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാരറ്റും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴച്ചെടുക്കണേ. നല്ലതുപോലെ ഒന്ന് മുരിയുന്ന പോലെ വഴന്ന് വരണം. വഴന്ന് വന്നു കഴിയുമ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ്, നമ്മൾ ഏത് മഗ്ഗിനാണോ ഉപ്പുമാവ് റവ അളന്നത് അതേ മഗ്ഗിൽ തന്നെ 2 മഗ്ഗ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടിയിട്ട് അടച്ച് വെച്ചിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു കൈ കൊണ്ട് നമ്മൾ റവ ഇട്ട് മറ്റേ കൈ കൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അത് അടിയിൽ പിടിക്കാൻ കട്ടായിട്ടൊന്നും വരില്ല. കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇളക്കി കൊടുത്ത് പതുക്കെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ റവ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഉപ്പുമാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പായസം പോലെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് വേഗം വെന്ത് വരുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ സെറ്റായിരിക്കും. ഇവിടെ എല്ലാവർക്കും കുറച്ചിങ്ങനെ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. പണ്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ്, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മളിങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഞാനും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത് വെള്ളം കൂടിപ്പോയോന്നൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അത് സെറ്റായി വന്നേ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്നും കൂടി ആവാനുണ്ട് എല്ലാ സ്ഥലത്തും. അത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റി കിട്ടട്ടെ ഒന്ന്. നമുക്ക് മൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് മൂടി തുറന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാൻ പറ്റും. ചായൻ്റെ കൂടെ 2 പഴത്തൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. മിക്ക സൺഡേസിൽ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇതായിരിക്കും. രാവിലെ പെട്ടെന്ന് എളുപ്പത്തിൽ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കറിയൊന്നും നോക്കണ്ട. ഒരു പഴവും പഞ്ചസാരയും കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അടുത്ത വീഡിയോയിൽ